Again, വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. കമ്മാര സംഭവം മലയാളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. മിക്കവാറും എല്ലാ മലയാളികളും ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കണം കമ്മാര സംഭവം. ആ സിനിമയിലൂടെ മുരളി ഗോപി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചരിത്രം സ്വന്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമയിലൂടെ സൃഷ്ടിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ബുക്കുകളിലൂടെയാണ് ചരിത്രം സൃഷ്ടിക്കാറ്. സ്വന്തമായിട്ടില്ലാത്ത ഒരു ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ ബുക്കുകളെയാണ് ആശ്രയിക്കാറ്. ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയെ യൂസ് ചെയ്തുകൊണ്ട് ചരിത്രം നിർമ്മിച്ചിട്ട് എങ്ങനെയാണ് തുടങ്ങിയ പരിപാടികൾ സംസാരിക്കുന്ന സിനിമയാണ് കമാര സംഭവം. അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതേ ഒരു കാറ്റഗറിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന ടാരന്റീനോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. വളരെ എന്താ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട്, അതായത് ടാരന്റീനോ സിനിമകൾ ഞാൻ കണ്ടു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് കിൽ ബില്ല് തൊട്ടാണ്. കിൽ ബില്ലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്ന സിനിമ. അപ്പോൾ ആ ഒരു സിനിമ കണ്ടു, കിൽ ബില്ല് കണ്ടു, കിൽ ബിൽ 2 കണ്ടു, പിന്നീട് പൾപ്പ് ഫിക്ഷൻ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, പിന്നെ ജാങ്കോ അൺചെയിൻഡ്, അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തിരഞ്ഞു പിടിച്ച് കാണുക എന്നുള്ളത് ഒരു ഹോബിയാക്കി ഞാൻ മാറ്റി. ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ അമൽ നീരദ് സിനിമകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ലേ. അപ്പോൾ അമൽ നീരദ് സിനിമകളിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ സിനിമയിലേക്ക് ഒരു കഥാപാത്രം വന്നാൽ ഭയങ്കര ഐക്കോണിക് ആയിരിക്കും. ഇപ്പം ദിയോബിൻ്റെ പുസ്തകത്തിലെ റാവുത്തർ പോലെ ഭയങ്കര രസമായിരിക്കും കഥാപാത്രങ്ങൾ. അതേപോലെയാണ് ടാരന്റീനോ സിനിമകളുടെയും കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഐക്കോണിക് ആയിരിക്കും. പിന്നെ ബ്ലഡ് ഷെഡും പരിപാടിയൊക്കെ അറിയാമല്ലോ. ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും വയലൻസ്, ബ്ലഡ് ഷെഡ്, അതിനിടയിലൂടെ നമ്മളെയൊക്കെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവത്തെക്കുറിച്ചൊക്കെ ഞാൻ വാചാരണമാവേണ്ട കാര്യമില്ല. അപ്പം എനിക്കങ്ങനെ ഒരു സംവിധായകൻ്റെ ഒരു സിനിമ കണ്ടിട്ട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് സംവിധായകരാണ്. ഒന്ന് ടാരന്റീനോ ആണ്, മറ്റൊന്ന് സാക്ഷാൽ ക്രിസ്റ്റഫർ നോളനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളും 1-2 സിനിമ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ആ സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനൊരു ടെൻഡൻസി, അവരുടെ ഒരു ഫിലിം മേക്കിംഗ് ഭയങ്കര യുണീക്കാണല്ലോ. ഞാനിപ്പം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സംവിധായകരെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ സംസാരിക്കുന്നത് ഒരു ചരിത്ര നിർമ്മിതിയാണ്. സിനിമയിലൂടെ ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഇതിൻ്റെ സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം സിനിമ സംസാരിക്കുന്നത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടമൊക്കെയാണ് സംസാരിക്കുന്നത്. ആ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സിനിമയാണിത്. ഈ സിനിമയിൽ ഒരു സീനിൽ പോലും യുദ്ധം എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഒരു പ്രതീതിയോ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന പട്ടാളക്കാർ, അങ്ങനെയൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. ഈ സിനിമ പ്രധാനമായിട്ട് സംസാരിക്കുന്ന 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ചാണ്. അതായത് ഒരു സൈഡിൽ ശോഷന്ന എന്ന് പറഞ്ഞൊരു ഒരു ദുർബലയായ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നാസി പട്ടാളം വേട്ടയാടി കൊല്ലുന്നു. അവരോട് പ്രതികാരം ചെയ്യാനായിട്ട് ദാഹിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ശോഷന്ന നിൽക്കുന്നു. മറു സൈഡിൽ ഈ നാസികളെ തന്നെ ഹണ്ട് ചെയ്യുന്ന ഒരു സോൾജർ ഗ്രൂപ്പുണ്ട്. അവരാണ് ബാസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബ്രാഡ് പിറ്റാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ 2 വഴികളും ഒരു സിനിമാ തിയേറ്ററിലേക്ക് വന്ന് നിൽക്കുന്നതും അവിടെ വെച്ചൊരു ചരിത്ര നിർമ്മിതി നമ്മുടെ സംവിധായകൻ തന്നെ സ്വന്തം ഭാവന ആവിഷ്കരിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാൻ സാധിക്കുന്നത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ ഞാൻ പറയാറുള്ളതിനൊക്കെയുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. ക്രിസ്റ്റഫർ വാൾസിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എൻ്റെ പൊന്നെ, അത് ഞാൻ പറയാറില്ല. അതായത് ബുദ്ധി ഒരാളുടെ ഏറ്റവും വലിയ ആയുധമായിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രമാണ്. ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ബുദ്ധിയുള്ളൊരു മനുഷ്യനായിട്ടാണ് ഈ സിനിമയിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. ഈ സിനിമയിൽ ഒരു സീനിൽ പോലും അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമ്മൾ കാണില്ല. അദ്ദേഹം തോക്കോ കത്തിയോ പോലുള്ള ആയുധങ്ങൾ എടുത്തിട്ട് എതിരാളിയെ അല്ലെങ്കിൽ തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണില്ല. ഡയലോഗ് കൊണ്ട് ഒരു മനുഷ്യനിലേക്ക് ഭീതി ഉണ്ടാക്കാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു ഉഗ്രൻ പ്രകടനമാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പം അദ്ദേഹം ഈ ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് പാല് കുടിക്കുന്ന ഒരു സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അവിടം തൊട്ട് അദ്ദേഹത്തെ കാണിക്കുമ്പോഴെല്ലാം ഉള്ള ഒരു ഭീകരതയുണ്ട്. അദ്ദേഹം ഒന്നും ചെയ്യില്ല, അദ്ദേഹം അങ്ങനെ ദേഷ്യം സംസാരിക്കില്ല. പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് ശോഷനെ പോകുന്ന ഒരു മാനസിക സംഘർഷമൊക്കെ കാണിക്കുന്നുണ്ട്.
നമ്മളും യഥാർത്ഥത്തിൽ നമ്മുടെ ചങ്കിടിപ്പും കൂടും. അദ്ദേഹം ഓപ്പോസിറ്റും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റേത്. ഡയലോഗാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഫൈറ്റ് സീക്വൻസോ അങ്ങനെ പരിപാടികളോ ഒന്നുമില്ല. ഡയലോഗിലാണ് സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഒരുപാട് സംവിധായകൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഫിക്ഷണലായിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പം ഈ സംവിധായകന് എങ്ങനെ വേണമെങ്കിലും ചരിത്രത്തെ വളച്ചൊടിക്കാം. വേൾഡ് വാർ നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഓൾറെഡി നമുക്കറിയാം. ഇതിനകത്ത് ഹിറ്റ്ലറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിൽ ട്രീറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ ടുവേർഡ്സ് ക്ലൈമാക്സിൽ സിനിമ ഉപയോഗിച്ചിട്ട് ചരിത്രത്തെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. ബ്രാഡ് പിറ്റ് അറിയാമല്ലോ, അദ്ദേഹത്തിന് ഒരു ഓവർ ദി ടോപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ബാസ്റ്റഡ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രാഡ് പിറ്റാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവാലിറ്റി ഉള്ള പ്രോസസ്സാണ്. പക്ഷേ അതിനകത്തൊരു കോമിക് പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുമ്പോൾ നമുക്ക് ചിരി വരുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ സംവിധായകൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഈ പറയപ്പെടുന്ന ടൊറന്റീനോ എന്ന് പറയുന്ന സംവിധായകൻ എല്ലായ്പ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉള്ള, നല്ല രീതിയിൽ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാവുന്ന, എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ ഈ റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പം ക്ലൈമാക്സിൽ സിനിമാ തിയേറ്ററിലേക്ക് എല്ലാ കഥാപാത്രങ്ങളെയും കൊണ്ടുവന്നിട്ടൊരു പരിപാടിയുണ്ട്, ഒരു കത്തിക്കലുണ്ട്, ഒരു ബ്ലഡ് ഷെഡ് പരിപാടിയുണ്ട്. അത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക്. ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ പറയപ്പെടുന്ന സംവിധായകൻ്റെ സിനിമകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പം അത്തരത്തിൽ ഒരു ഗംഭീര സിനിമാനുഭവം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ ഫാസ്റ്റായിട്ടൊന്നും അല്ല സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയ്ക്ക് അതിൻ്റേതായൊരു സ്ലോ പേസ് രീതിയിൽ തന്നെയാണ് സിനിമ സഞ്ചരിച്ച് പോകുന്നത്. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ടൊക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ഭംഗിയിലാണെന്നറിയാം അത് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആ ഒരു സീക്വൻസ് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അവിടെ തുടങ്ങി സിനിമ ഒരു പോക്കങ്ങ് പോവും. ക്ലൈമാക്സ് കിട്ടുമ്പോൾ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ക്വിൻ്റൻ ടൊറന്റീനോ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു ചരിത്ര നിർമ്മിതി സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റാണ് നമുക്ക് പ്രേക്ഷകർക്ക്. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ദിസ് ഇസ് മീ റോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ബൈ ബൈ.